പ്രൈസ് ദി ലോർഡ്. യേശുനാമത്തിൽ എല്ലാവർക്കും സർവ്വനന്മകളും ഉണ്ടാകട്ടെ. നമ്മളുടെ ഇന്നത്തെ വചനം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ കൊമ്പുകൾക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത്. അവ വളരുകയും അവ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കൊമ്പുകൾക്ക് സ്വയമായിട്ട് കായ്പാൻ കഴിയില്ലല്ലോ എന്നതുപോലെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുന്നത്. നമ്മൾക്ക് ശക്തിയും ബലവും ലഭിക്കുകയും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുകയും ചെയ്യുന്നു. കർത്താവിനെ കൂടാതെ നമ്മൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് വചനം പറയുന്നു. യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയും പിതാവ് തോട്ടക്കാരനുമാകുന്നു. യേശുക്രിസ്തുവിൽ കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളയുകയും കായ്ക്കുന്നതിന് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് ചില വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ട. കർത്താവ് നമ്മളെ കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആകുന്നതിന് വേണ്ടി നമ്മളെ ഒന്ന് ചെത്തി മിനുക്കുന്നതാണെന്ന് കരുതിയാൽ മതി. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായും നമ്മൾ മാറണം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അപ്പൊ യേശുക്രിസ്തുവിൽ വസിക്കാത്തവനെ പുറത്തു കളയുകയും അവൻ ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ വസിക്കുന്നവൻ ഫ്രൂട്ട്ഫുൾ ആയി മാറുന്നു, ഫലം പുറപ്പെടുവിക്കുന്നവനായി മാറുന്നു. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയെല്ലാമാണ് ആത്മാവിന്റെ ഫലങ്ങള്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ ദൈവമായ കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.